ഇത് ചെയ്യിച്ച ആൾ ഇതാ ദൈവം ഉണ്ട്, ദൈവം രക്ഷിച്ചു, സത്യം ജയിച്ചു, നീതി നടപ്പായി എന്നൊക്കെ വാഗ്ധോരണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു, വായ്ത്താരി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും സഹിക്കുക മാത്രമേ മാർഗമുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് ആരെങ്കിലും പഴിക്കണമെങ്കിൽ, അതിജീവിതം അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ അനുഭവമുള്ള ആളുകൾക്ക് ആരെങ്കിലും പഴിക്കാറുണ്ടെങ്കിൽ അത് നമ്മുടെ തലവിധിയെക്കുറിച്ചും നമ്മുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി വായ്ത്താരി മുഴക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പുച്ഛമാണോ പരിഹാസമാണോ അതല്ല അവജ്ഞയാണോ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു വികാരമാണ് തോന്നുന്നത്. സത്യം ജയിച്ചു എന്ന് ദിലീപ് പറയുമ്പോഴും നമുക്കറിയാം സത്യം തോറ്റു, സത്യം ജയിക്കുകയില്ല. ഇന്നിപ്പോൾ പല യോഗ്യന്മാരും നമ്മുടെ ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ അടക്കം സത്യമേവ ജയതേ എന്നാണ് ആ പോസ്റ്റ് ഇട്ടുള്ളത്. എന്തൊരു പോഷ്കാണെന്ന് ആലോചിച്ചു. സത്യമേവ ജയതേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യം ഒരിക്കലും ജയിക്കുന്നില്ല, സത്യം ഒരിക്കലും ജയിക്കുകയില്ല എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിപര്യായം ഇതാണ്. ഏതായാലും ഈ ദിലീപിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് രാഹുൽ ഈശ്വർ ഇല്ല എന്നുള്ളതാണ് ഈ സന്തോഷവേളയിലും ഇതുപോലുള്ള ആളുകളെ ദുഃഖിപ്പിക്കുന്നത്. എല്ലാ ചാനലിലും പാഞ്ഞു നടന്ന് ദിലീപിന് വേണ്ടി വാദോരാതെ വാദിച്ച ഇപ്പോൾ രാമപിള്ള വക്കീൽ വായിച്ചെങ്കിൽ പുള്ളി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക വായിച്ചിട്ടാണ് വാദിച്ചത്. ഒരു പൈസ പോലും പ്രതിഫലം പറ്റാതെ ഈ ത്യാഗബദ്ധതയെ നേട്ടം താഴ്മതാന അഭ്യുന്നതി എന്ന് പറഞ്ഞ് ദിലീപിന് വേണ്ടിയിട്ട് നിഷ്കാമകർമ്മം ചെയ്ത പാവം രാഹുൽ ഈശ്വർ ഇത് കാണാൻ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മോടൊപ്പമില്ല. അദ്ദേഹം സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്.